ഹലോ ഗേസ്. ആ ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകൾ ഇവിടെ നിന്നാണ് കോളേജിൽ പോകുന്നത്. ഇവിടുന്ന് കോളേജിൽ പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാറിൽ പോകുമ്പോൾ ട്രാഫിക് ജാമാണ്. പിന്നെ മെട്രോയിൽ പോയാൽ എങ്ങനെയും 1 മണിക്കൂർ എടുക്കും. പിന്നെ പോകാണ്ട് പറ്റില്ലല്ലോ ഇവിടുന്ന്. അതുകൊണ്ടാണ് ഇവിടുന്ന് എപ്പോഴും താമസിച്ച് ഇവിടെ പോകാമെന്ന് വെച്ചാൽ അവൾക്കാവില്ല. അതുകൊണ്ട് ഇടയ്ക്ക് നോയിഡയിൽ നിന്ന് ഇങ്ങോട്ട് വരും. നോയിഡയിലേക്ക് സ്ഥലം മാറി താമസിക്കുമായിരുന്നു. ഞായറാഴ്ച തന്നെ പോകണോ? ആ അതെ. ഉത്സവം കാണാൻ നിൽക്കാൻ പറ്റൂല. ആ ഉത്സവം ഇന്നാ. ആ അത് കഥകളിയാ. ഉത്സവം പൊടി പൊടിക്കണം എന്ന് വിചാരിച്ചാൽ മോളുടെ പരീക്ഷ കൊണ്ടാവുന്നില്ല. ചെറിയ മാറ്റം. ഞങ്ങളും മോളുടെ കൂടെ കോളേജിൽ പോകുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. കോളേജ് താറായി. അങ്ങനെ മോള് പഴയ കാർ. ഇങ്ങനെ മോള് കോളേജിൽ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോന്നു. അങ്ങനെ ഞങ്ങൾ മോളുടെ വീട്ടിൽ, മോള് വാടകയ്ക്ക് ഇവിടെയാണ് നിൽക്കുന്നത്, ഗൗർ ഗ്രീൻ സിറ്റി. ഇത് കുറേ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചതാണ്. ഓരോ കെട്ടിടത്തിൻ്റെ അടുത്ത് ഓരോ ബ്ലോക്കിനല്ല ഇങ്ങനെ എഴുതും ഛത്രപതി ശിവജി. പിന്നെ പാർക്കിനും പേരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളത് വീണ്ടും ഡൽഹിയിലേക്ക് പോകാൻ നോക്കുകയാണ്. കറിവേപ്പില ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഒരു ഇതായിട്ട് എടുക്കാം അല്ലേ? ഇതാ മേലെ വലുത്, ഇവിടെ ഇതാ വലുത്, ഇതാ അത്. ആ ശംഖുപുഷ്പം ഞങ്ങൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ശംഖുപുഷ്പം നിറയെ പൂവിടാറുണ്ടായിരുന്നു. മോള് കോളേജിൽ നിന്ന് വന്ന് മാഷ് 3 മണിക്ക് 2:45 വരാമെന്ന് പറഞ്ഞ മാഷല്ലേ? അതെ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ വീടൊക്കെ പൂട്ടി ലിഫ്റ്റിലേക്ക് കാത്തു നിൽക്കുകയാണല്ലേ. തുടങ്ങും. നമ്മൾ വിളിച്ച വണ്ടി ഇതാ അവിടെ എങ്ങാനും പോയി നിന്നു. ഇപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്. പച്ചക്കളറൊക്കെ നല്ല ഇതുണ്ട്. ട്രാഫിക് ജാമല്ല, സാധാരണ ജനങ്ങളുടെ നെട്ടോട്ടം. ഞങ്ങൾ വീടെത്തി. വിനയും വന്നതും മോളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക്. വെള്ളം പോകുന്നുണ്ടോ? നല്ല രസം. പപ്പായ ഉണ്ട്, പേരക്ക ഉണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങോട്ട് പിന്നെ വില്ലോ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, എല്ലാം ഉണ്ട്. മാവ് മാങ്ങയുണ്ട്. യൂണിഫോമിലാണ് പോയത്. അത് പിന്നെ ഞാൻ നോയിഡ അവിടെ അയച്ചു വെച്ചു. ഇനി തിരിച്ചു വന്നു ഈ ഡ്രസ്സിലേക്ക്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.